എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു സീരീസായിട്ട് അവതരിപ്പിക്കാം. സീരീസ് അതായത് 1, 2, 3 പാർട്സ് ആയിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം കൂടുതൽ വലിയ ലെങ്തി വീഡിയോ ആയിരിക്കുമ്പോൾ ബോറടിക്കും ആളുകൾക്ക്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു 18 വയസ്സിൻ്റെയും 25 വയസ്സ് അല്ലെങ്കിൽ പോട്ടെ കയറി വന്നൊരു 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഇരിക്കുക. 18 വയസ്സിൻ്റെയും 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ വന്നു. അപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. 18 വയസ്സിൻ്റെയും ഒരു 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ഒരു യങ് കിഡ്സ് അല്ലെങ്കിൽ യങ് അഡോൾസൻ്റ് നിന്ന് ഒരു യങ് മാൻ ആയിട്ട് മാറി. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ അവിടെ വളരെ വലിയൊരു എന്താ പറയുക ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ കൂടിയ ഏറ്റവും പീക്ക് ഒരു ഹ്യൂമൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ടൈമായിരിക്കും ഈ പ്യൂബർട്ടി കഴിഞ്ഞിട്ട് യങ്ങിലോട്ട് വരുന്ന ആ യങ് യൂത്ത് മാനായി മാറുന്ന ആ ഒരു ഘട്ടം. ടെസ്റ്റോസ്റ്റിറോൺ ഹൈ ആയിരിക്കും, DHT ഹൈ ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവും ടെസ്റ്റോസ്റ്റിറോൺ ഹൈ ആണെങ്കിൽ ദർ ക്യാൻ ബി ഇൻക്രീസ് ഇൻ DHT ഓൾസോ. അതുകൊണ്ട് ഹെയർ ഫോൾ കാരണം എന്തായാലും അത് കാരണം കുറച്ച് ഹെയർ ഫോൾ ചെയ്യും. അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ട് ചെറിയൊരു ഹെയർ ഫോൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെയർ ഫോൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ 6 മുടീൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടോ, 6 മുടീൻ്റെ മുകളിൽ കൈ കിട്ടുന്നുണ്ടോ നോക്കുക. അതേപോലെ ഇവിടുന്ന് വലിക്കുമ്പോൾ 6 മുടീൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടോ നോക്കുക. അതേപോലെ ഇവിടുന്ന് വലിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കുക. ഈ 2 സ്ഥലത്തെങ്കിലും 6 മുടീൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ വലിക്കുമ്പോൾ നല്ല സ്ട്രെങ്ത്തിൽ വലിക്കുമ്പോൾ 6 മുടീൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് വലിക്കുമ്പോൾ 6 മുടീൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ പൂജാണ്, ഒന്നും കിട്ടില്ല. 6 മുടീൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് അലോപേഷ്യ ആയിട്ട് കണക്കാക്കിയാൽ മതി. 6 മുടീൻ്റെ മുകളിലൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ ഇങ്ങനെ 2 സ്ഥലത്ത് ഇങ്ങനെ വലിച്ചിട്ടും കിട്ടില്ല, അങ്ങനെ വലിച്ചിട്ടും കിട്ടില്ലെങ്കിൽ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അപ്പോൾ അത് ഒരു പോയിൻ്റായിട്ട് എടുക്കുക. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ടർക്കി ഭയങ്കര കട്ടിയുള്ള ടർക്കി ആണെങ്കിൽ നന്നായിട്ട് മുടി കൊഴിയും. അത് സ്വാഭാവികം മാത്രമാണ്. അതിന് നിങ്ങൾ ടെൻഷൻ അടിച്ച് ഉള്ള ഡോക്ടർമാരെ മുഴുവൻ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ടർക്കിന് മാറ്റി വെക്കുക. അത്രയും ഹെയർ ഫോൾ ടവലുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത്ര റഫായിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ വെള്ളത്തിൻ്റെ pH നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. കാരണം പ്രത്യേകിച്ച് ബോർവെല്ലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ pH ചെക്ക് ചെയ്യണം. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ആരും ഇത് പറഞ്ഞു കൊടുക്കാറുമില്ല. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളെ മുടി കൊഴിച്ചിലിന് കാരണമാവുന്നത്. അത് കൂടുതൽ pH അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ലോ pH ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഹെയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് pH ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്കൊരു വാട്ടറിൻ്റെ ഫിൽട്രേഷനും അതൊന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിന് നിങ്ങൾക്ക് കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട അവർ ചെയ്തു തരും കാര്യങ്ങളൊക്കെ വേണ്ടത്. pH ഒക്കെ ടെസ്റ്റ് ചെയ്ത് തരും വെള്ളത്തിൻ്റെ. അതൊക്കെ അവിടെ ബാക്കി നിൽക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫാമിലിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ 18 തൊട്ട് 30 വയസ്സുള്ള ആളുകൾക്ക് ഫാമിലിയിൽ ഹെറിഡിറ്ററി ആയിട്ട് അച്ഛനോ അല്ലെങ്കിൽ അമ്മേൻ്റെ ആങ്ങളമാർക്കോ ആർക്കെങ്കിലും ഹെയർ ഫോൾ ഉണ്ടോ എന്ന് നോക്കാം. ഹെയർ ഫോൾ ഉണ്ടോയെന്നല്ല, ഹെയർ ഫോൾ ഉണ്ടായി ഇതേപോലെ ഗ്രാജുവലി കഷൻബി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മെല്ലെ നിങ്ങൾ ഒരു റോസ്മേരി ഓയിൽ പോലത്തെ ഓയിലും അതേപോലെ കാസ്റ്റർ ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതെന്താണെന്ന് വെച്ചാൽ എന്നിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് മസാജിങ് ചെയ്യുക. റോസ്മേരി ഓയിൽ, കാസ്റ്റർ ഓയിൽ ഇതൊക്കെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ, ദീസ് ആർ നോട്ട് കെമിക്കൽസ് ആക്ച്വലി, ദീസ് ആർ നാച്ചുറലി ഒബ്റ്റൈൻഡ് സബ്സ്റ്റൻസസ്. സോ വെനെവർ യു സ്റ്റോപ്പ്, നിർത്തിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് റോസ്മേരി ഓയിൽ വെരി എഫക്റ്റീവ്, ഭയങ്കര എഫക്റ്റീവാണ് റോസ്മേരി ഓയിൽ. റോസ്മേരി ഓയിൽ മിക്സ് വിത്ത് കാസ്റ്റർ ഓയിൽ 1:1 റേഷ്യോയിൽ അത് യൂസ് ചെയ്യാൻ തുടങ്ങുക. ഇപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അച്ഛനോ അമ്മേൻ്റെ ആങ്ങളമാർക്കോ ഓക്കെ. ഇനിയിപ്പോൾ ഫാമിലിയിൽ ആർക്കും മുടി കൊഴിച്ചിലില്ല എങ്കിൽ, നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് മുടി കൊഴിച്ചിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആവുക. ഈ 2 കേസിലാണെങ്കിലും ഫാമിലീൻ്റെ കാര്യത്തിലും മുടി കൊഴിച്ചിൽ അപ്പം കണ്ടാലും നിങ്ങൾ വിറ്റാമിൻ D ആദ്യം ടെസ്റ്റ് ചെയ്യുക, TSH നോക്കുക, CBC നോക്കുക. ഈ CBC എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതിൽ എന്താ നോക്കേണ്ടത് അറിയോ? പ്ലേറ്റ്ലെറ്റ്സ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഫെറിറ്റിൻ നോക്കുക. ഫെറിറ്റിൻ പൊതുവേ ആർക്കും അങ്ങനെ കുറയാറില്ല, വളരെ റെയറായിട്ടേ കുറയാറുള്ളൂ. വിറ്റാമിൻ D ആണ് ഏറ്റവും അധികം കുറയുന്ന സാധനം. അതൊന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ പേരെ മുടി കൊഴിച്ചിൽ മാറി കിട്ടും.
അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഏത് ടീമാണെങ്കിലും ആൾക്കാരാണെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ശരി, ഹിസ്റ്ററി ഇല്ലെങ്കിലും ശരി. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലാണ് നിങ്ങൾ കാസ്റ്റർ ഓയിലൊക്കെ വെച്ച് മസാജിങ്ങും കാര്യങ്ങളൊക്കെ മെല്ലെ ചെയ്ത് തുടങ്ങുക. ഫസ്റ്റ് ഘട്ടത്തിലോട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങുക ട്രീറ്റ്മെൻറ്റായിട്ട്. അത് അവോയ്ഡ് ചെയ്ത് കളയരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ആർക്കും മുടി കൊഴിച്ചിലോ അങ്ങനെ ഒരു പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു മാസം വെയിറ്റ് ചെയ്യുക. മുടി കൊഴിച്ചിൽ എങ്ങനെ ഉണ്ട് നോക്കുക. അത് നിങ്ങളിപ്പോൾ വിറ്റാമിൻ ഡിയും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കറക്റ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ മുടി വീണ്ടും കൊഴിയുണ്ടോ എന്ന് നോക്കുക. ഈ കൊഴിയണ മുടി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിൻ്റെ ബൾബ്, അതിൻ്റെ അറ്റത്ത് ഒരു വൈറ്റ് ബൾബ് ഉണ്ടോ അതോ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടോ എന്ന്. ഈ വൈറ്റ് ഡോട്ട് ആണെങ്കിൽ അത് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് മുടികൾ കൊഴിയും, 2 മാസം കഴിഞ്ഞാൽ വീണ്ടും വരും. അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടീലോജൻ എഫ്ലൂവിയം മീൻസ് നോർമൽ സാധനമാണത്. ഒരു പ്രകൃതിയുടെ പ്രക്രിയ എന്ന് പറയുന്ന പോലെ ഷെഡിങ് ചെയ്തിട്ട് വീണ്ടും വരുന്ന ഒരു എന്താ പറയുക, ഒരു ഫിനോമിനയാണത്. അതുകൊണ്ട് അത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വൈറ്റ് ഡോട്ടാണെങ്കിൽ. ബ്ലാക്ക് ഡോട്ടാണെങ്കിൽ സ്കാറിങ് ഉണ്ട്, നിങ്ങളെ ഫോളിക്കിൾസിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. ഈ സ്റ്റേജിൽ തന്നെ, ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും PRPനോടോ GFCനോടോ സ്റ്റെം സെൽസിനോടോ ആദ്യം തന്നെ ചിന്തിച്ച് കൂട്ടി ഇതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ട്രീറ്റ്മെൻറ്റ് ഇതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഹെയർ പല കാരണം കൊണ്ട് ഗ്രോ ചെയ്യും, വീണ്ടും ചിലപ്പോൾ ഫോളോ ചെയ്യും, വീണ്ടും ഗ്രോ ചെയ്യും. അപ്പോൾ ടീലോജൻ എഫ്ലൂവിയം ആണെങ്കിൽ നിങ്ങളിപ്പോൾ മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിപ്പടിച്ച് എവിടെയോ പോയി മിനോക്സിൽ വാങ്ങി തേച്ച് നിൽക്കാം. ഓൾറെഡി ടീലോജൻ എഫ്ലൂവിയം 2 മാസം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും, നോർമൽ പഴയതുപോലെ ആവും ചെയ്യും. പക്ഷേ നിങ്ങൾ മിനോക്സിൽ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജമ്മത്ത് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് നിർത്താനും പറ്റില്ല. മിനോക്സിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓവർ ദ കൗണ്ടറായിട്ട് മിനോക്സിൽ വാങ്ങുമ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ നമുക്ക് അതിൻ്റെ അളവറിയാം, അതിൻ്റെ ബെറ്റർ കമ്പനീസ് അറിയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു മുടീൻ്റെ സിറം വേണമെന്ന് പറഞ്ഞ് വാങ്ങുക, അത് നിർത്തുക, പരിപാടി നിർത്തുക. മെഡിക്കൽ ഷോപ്പുകാർക്കും അവരും മനസ്സിലാക്കുക, അവർക്ക് ബേസിക് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ഒക്കെ അറിയായിരിക്കാം. പക്ഷേ അത് അതർ ദാൻ ദാറ്റ് അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ പറയാൻ ഇതില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം ഇങ്ങനത്തെ സിറംസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ഒരു ഇതിൽ ഇനി എന്താ ചെയ്യേണ്ടത്, എപ്പോഴാണ് PRP യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് GFC യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് വെച്ചിട്ട് തന്നെ 7 മിനിറ്റ് ഉണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.